ഒരു കാര്യം നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ഒരുപാട് പേര് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ എന്ന് പറഞ്ഞാൽ നഴ്സിംഗിന്റെ മാത്രമല്ല, പ്രത്യേകിച്ചും നഴ്സിംഗിലാണ് ഇത് കൂടുതലും കാണുന്നതെന്ന് തോന്നുന്നത്. ഒരു കാരണമില്ലാതെ ലീവ് എടുക്കുകയാണ്. അതായത് ഒരുപക്ഷെ ഈ ലീവ് എടുക്കുന്നവർ പിന്നെ നാട്ടിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കില്ല, പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയി വർക്ക് ചെയ്യുന്നവരാവും, വിദേശ രാജ്യങ്ങളിൽ അവിടെ പോയി ജോലി ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഇവിടെ അവരെന്ത് ചെയ്യുന്നില്ല, റിസൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നഴ്സിംഗ് മേഖലയിലാണെങ്കിലും മറ്റ് ആരോഗ്യ മേഖലയിലാണെങ്കിലും, പ്രത്യേകിച്ച് നഴ്സിംഗ് മേഖലയിൽ നമുക്ക് എടുത്തു പറയാം, ഇവിടെ ഉള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല. അതായത് ഇവര് ഇവര് തക്കതായ കാരണം, അതായത് ഇപ്പൊ റെസിഗ്നേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു വേക്കൻസി ആയിട്ട് അവിടെ ഒരു വേക്കൻസി വരികയും വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും നമ്മുടെ ലിസ്റ്റിൽ നിന്നും ഒരാളെ അങ്ങോട്ട് ക്ഷണിക്കാനുള്ള കാരണം ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പൊ ലിസ്റ്റ് ഇങ്ങനെ വിളിക്കാതെ കിടക്കുന്നതിന് ഒരു പ്രധാന കാരണം ഇതാണ്. ഇൻഫർമേഷൻ ഇല്ലാതെ ലീവ് എടുക്കുക, ഒരു കാരണവുമില്ലാതെ ലീവ് എടുക്കുക. ഇവരൊക്കെ പുറത്തെവിടെയെങ്കിലും പോയി ജോലി ചെയ്യുന്നുണ്ടാവും, ഇപ്പൊ സുഖമായിട്ട് അവിടെ ഫാമിലി ആയിട്ട് പുറത്ത് കഴിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതിന് നിങ്ങളെ പറ്റി ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കണം എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഇങ്ങനെ ഒരു ഇവിടെ വന്നിട്ടുള്ളത് DME-യിൽ കണ്ടതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് 1. ഇതിനകത്ത് കൂടുതലും നഴ്സിംഗ് ഓഫീസറേഴ്സ് ആണ്. അവർ ഒരു കാരണവുമില്ലാതെ ലീവ് എടുത്തിട്ട് തിരിച്ചു വരാതെ, അതായത് അവർക്ക് ആ ജോലി വേണ്ട എന്നാണ് സാധ്യത. കാരണം 84 ആൾക്കാരുടെ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഈ ജോലി വേണ്ട, അവർ എവിടെയെങ്കിലും വേറെ പിന്നെ ഒന്നെങ്കിൽ മിക്കവാറും ആൾക്കാർ പുറത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ജോലി കിട്ടി പോയവരുണ്ടാവും, എയിംസ് ഒക്കെ കിട്ടി പോയവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ സംഭവിക്കുന്നത്, നമ്മുടെ ലിസ്റ്റ് ആൾക്കാരെ ക്ഷണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ ക്ഷണിക്കാതിരിക്കുകയും നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കാനും ഒരു പ്രധാന കാരണം ഇതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവരുടെ പേര് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുക. അവരെ വിളിച്ചിട്ട്, അവരുടെ നമ്പർ കണ്ടുപിടിച്ച് അവരെ വിളിച്ച് അവരെ കൊണ്ട് റെസിഗ്നേഷൻ കൊടുപ്പിച്ച് വേണം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ. അങ്ങനെ പല കേസുകളും കണ്ടിട്ടുണ്ട്. ഇപ്പൊ നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് 1 തസ്തികയിൽ ജോലി ചെയ്തു വരവെ അനധികൃത അവധിയിൽ പ്രവേശിച്ച താങ്കൾക്ക് 15 ദിവസത്തിനകം ഹാജരാകാൻ നോട്ടീസ് നൽകിയും താങ്കൾ ഹാജരാകുകയോ തൃപ്തികരമായ മറുപടി ലഭ്യമാക്കുകയോ ചെയ്തിട്ടില്ല. ഉത്തരവാദിത്ത സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ താങ്കളുടെ ഈ നടപടി ഗുരുതരമായ അച്ചടക്ക ലംഘനവും സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ്. കേരള സിവിൽ സർവീസ് ചട്ടങ്ങൾക്കും പെരുമാറ്റ ചട്ടങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ചതിനാൽ താങ്കൾക്കെതിരെ 1960 കേരള സർവീസ് ചട്ടങ്ങൾക്ക് അല്ലെങ്കിൽ കേരള സർക്കാർ ജീവനക്കാരെ പെരുമാറ്റ ചട്ടങ്ങൾ 1960 അതുമല്ലെങ്കിൽ നിർദ്ദേശിക്കാവുന്ന പ്രകാരം ബാധകമാക്കുന്ന മറ്റ് ചട്ടങ്ങൾക്ക് കീഴിൽ ഉദ്ദേശിക്കുന്ന പ്രകാരമുള്ള ശിക്ഷ നടപടി എടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ആയത് രേഖാമൂലം സമർപ്പിക്കുന്നതിന് താങ്കളോട് ആവശ്യപ്പെടുന്നു. താങ്കൾക്ക് പ്രതിവാദ പത്രിക നൽകുന്നതിനായി ഈ കുറ്റാരോപണ പത്രിക ലഭിക്കുന്ന തീയതി മുതൽ സമയം അനുവദിച്ചിരിക്കുന്നു. നിശ്ചിത സമയം പരിധിക്കുള്ളിൽ മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ ഈ വിഷയത്തിൽ താങ്കൾക്ക് യാതൊന്നും ബോധിപ്പിക്കാനില്ലെന്ന നിഗമനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതായി. ഇനി ഈ പേരിൽ DME-യുടെ സൈഡിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ പേരിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്ന വേഗം എന്താണ് കാരണം എന്നുള്ള പറയുക. കാരണം ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ട് ജോലി കിട്ടാതെ. അങ്ങനെയുള്ളവർക്ക് ജോലി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത്. താങ്കളെ നേരിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആയത് അറിയിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ ലഭ്യമായ രേഖകൾ പരിശോധിക്കാനുണ്ടെങ്കിൽ അതിന് രേഖാമൂലം പ്രതിവാദ പത്രിക സമർപ്പിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള ദിവസത്തിനുള്ളിൽ ആവശ്യപ്പെട്ടാൽ അവസരം നൽകുന്നതാണ്. മേൽപ്പറഞ്ഞ കുറ്റത്തിന് ആധാരമായ ആരോപണ പത്രിക ഇതോടൊപ്പം ചേർക്കുന്നു. അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ട് താഴെ ഒരു 84 പേര് കൊടുത്തിട്ടുണ്ട്. ഈ 84 ആൾക്കാരിൽ നഴ്സിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജിലുള്ള ആൾക്കാരാണ്. നഴ്സിംഗ് ഓഫീസർ ഉണ്ടാവും, നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് 1 ഉണ്ടാകാം. ഇപ്പൊ ഇവരൊക്കെ എന്ന് വെച്ചാൽ അവധിയിൽ പ്രവേശിച്ചിട്ട് പ്രത്യേക കാര്യമൊന്നും ഇല്ലാതെ മാസങ്ങളോളം ജോലിക്ക് വരാതിരിക്കുകയാണ്. അപ്പൊ ഇവരിൽ അധിക പേരും, ഭൂരിപക്ഷം പേർക്കും വേറെ ഗവൺമെന്റ് ജോലി കിട്ടി പോയവരാകും, അല്ലെങ്കിൽ വേറെയുള്ള പിന്നെ രാജ്യങ്ങളിൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് ലഭിച്ചിട്ടുണ്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ളവരുള്ളത് കാരണം നമുക്ക് ഇവിടെ ജോലി കിട്ടാത്തവർക്ക് ജോലി
ഉള്ളവർക്കും കൂടെ ജോലി കിട്ടാതെ വരികയാണ്. 84 പേരുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വെറും നമ്മുടെ DMEയുടെ ലിസ്റ്റാണ് 84. അങ്ങനെ DHSൽ നിന്ന് കുറെ ലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കേരളത്തിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ളവർ ഇതിപ്പോ ഞാൻ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിക്കുക. DMEയിൽ ജോലി നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല. ഈ അഡ്രസ്സിൽ നിങ്ങൾ കത്തെഴുതി ചോദിക്കേണ്ടി വരും. ഇവിടെ കാണുന്ന അഡ്രസ്സിൽ നിങ്ങൾ ലിസ്റ്റിലുള്ളവർ ഈ അഡ്രസ്സിൽ കോണ്ടാക്ട് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ ഇതിങ്ങനെ ഓരോ ഹോസ്പിറ്റലിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. മിക്കവാറും മെഡിക്കൽ കോളേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ DME ലിസ്റ്റിലുണ്ട്, നിങ്ങൾ പിന്നെ അടുത്ത ലിസ്റ്റിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പിന്നെ അഡ്രസ്സിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവർക്ക് എന്താണ് കാരണം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വ്യക്തി ഒരു പ്രത്യേക കാരണമില്ലാതെ ലീവ് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ആ വ്യക്തിക്ക് ആ ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനോട് കൂറുള്ളവരാണെങ്കിൽ അതിന്റെ കാരണം തീർച്ചയായിട്ടും പറയും. ഇപ്പൊ ഒരു മാസം ലീവ് എടുക്കുന്ന, ഒരു അസുഖമായി ലീവ് എടുക്കുക, അല്ലെങ്കിൽ 2 മാസം ഒരു അസുഖം ലീവ് എടുക്കാം, 3 അസുഖമായി ലീവ് എടുക്കാം. അപ്പൊ സിക്ക് ലീവ് നമ്മൾ അവിടെ കൊടുക്കും അല്ലെ, ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ഓഫീസിൽ നമ്മൾ സിക്ക് ലീവ് കൊടുക്കണം. അല്ലെങ്കിൽ എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ കൊടുക്കുക. ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ജോലിയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് ജോലി 15 ദിവസത്തിനകം അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എന്തായാലും ജോലി പോകും. അപ്പൊ നിങ്ങൾ റെസിഗ്നേഷൻ കൊടുത്ത് നിങ്ങൾക്ക് വേറെ ജോലി ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കുക. അപ്പൊ ഇവിടെ പുറത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. ഈ ആൾക്കാർക്ക് ജോലി ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. അവര് ചിലപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കഴിയുന്നവരുണ്ടാകാം. അങ്ങനെവരാണ് കൂടുതലുള്ളത് നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ. അപ്പൊ അവർക്ക് ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ ഈ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി, ഈ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയാണ് ചിലപ്പം ഇതിനകത്ത് ഏജോ അവരുണ്ടാവും, വേണ്ടി എഴുതാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകാം. അവര് പ്രൈവറ്റ് ജോലി ചെയ്ത് 45-40 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വളരെയധികം ഒരു സഹായമാകും. ഇപ്പൊ നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രശ്നമാണ്. എനിക്ക് അറിയുന്ന ഒരുപാട് പേർക്ക് ഇതുപോലെ ജോലി കിട്ടാതെ പോലും വന്നിട്ടുണ്ട്, ലിസ്റ്റിൽ ഉണ്ടായിട്ട് പോലും ജോലി കിട്ടാതെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇനിയുള്ള ഈ ഒരു വീഡിയോ കൊണ്ട് ഒരാൾക്കെങ്കിലും ജോലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയത്തിന്റെ ഇങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ടാണ്. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു നോക്കാം. പിന്നെ അവരുടെ താഴെ അവരുടെ ഡീറ്റെയിൽസും അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്, അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് കണ്ട ആൾക്കാർക്ക് ഒരാൾക്കെങ്കിലും ജോലി കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ ഒരുപാട് പേർക്ക് ഇങ്ങനെ ജോലി കിട്ടാതെ ഓരോ വർഷവും കഴിഞ്ഞു പോവുകയാണ്, ഏജ് ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ, നിങ്ങളെ ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഓരോ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ മാത്രമേ ഇത് എത്തേണ്ട ആളുകളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.